സെപ്റ്റംബർ മാസത്തിൽ പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൻ വഴിത്തിരിവോ അതോ താങ്ങാനാവാത്ത സാമ്പത്തിക തകർച്ചയോ വിശ്വസിച്ചവർ തരുന്ന ഒരു വലിയ ചതിപ്പണിയോ ഉണ്ടാവാം. ശനി അധിപനായ പൂയ നക്ഷത്രക്കാർ പുറമേ തികഞ്ഞ ശാന്തരും കാര്യപ്രാപ്തിയുള്ളവരും ദയാലുക്കളുമായി കാണപ്പെടുമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തന്ത്രപരമായ മറ്റൊരു വശമുണ്ട്. കടുത്ത അസൂയയും വികാരങ്ങൾ പുറത്ത് കാണിക്കാത്ത തണുപ്പൻ മനോഭാവവും നിങ്ങളുടെ വലിയ ബലഹീനതയാണ്. കാര്യം നേടാൻ വേണ്ടി ആരുടെയും പിന്നിൽ സ്നേഹം നടിക്കാനും സമയം വരുമ്പോൾ നൈസായി ഒഴിവാക്കാനും നിങ്ങൾക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. പക്ഷെ ഏതൊരു പ്രതിസന്ധിയിലും കഠിനാധ്വാനം ചെയ്ത് പതറാതെ മനുഷ്യസ്ഥാനത്തെത്തുന്ന കാര്യങ്ങൾ പൂയ നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഓഗസ്റ്റ് മാസം പൂയ നക്ഷത്രക്കാർക്ക് വൻ മാനസിക സമ്മർദ്ദത്തിന് തടസ്സങ്ങളുടെയും കാലമായിരുന്നു. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും അവസാന നിമിഷം തടസ്സപ്പെട്ടു. കുടുംബാംഗങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും കയ്യിൽ വിചാരിച്ച പണം താങ്ങാതെ വരികയും ചെയ്തു. എന്നാൽ തിരിച്ചടികളിൽ തളരാതെ ഭാവിയിലേക്ക് കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കാൻ ഓഗസ്റ്റിലെ അനുഭവങ്ങൾ സഹായിച്ചു. ജോലി സ്ഥലത്ത് അനാവശ്യ മടി കാണിക്കുകയോ മേലധികാരികളോട് വാദിക്കാൻ നിൽക്കുകയോ ചെയ്താൽ വലിയ അച്ചടക്ക നടപടിയോ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കലോ നേരിടേണ്ടി വരും. സെപ്റ്റംബർ 10 ശേഷം ശനിയുടെ സുദൃഢമായ സ്വാധീനം കാരണം സ്ഥിരതയുള്ള പുതിയ ജോലി അവസരങ്ങൾ തേടിയെത്തും. ഗവൺമെൻറ്, ബാങ്കിങ്, IT മേഖലയിലുള്ളവർക്ക് വൻ പ്രമോഷൻ സാധ്യതയുണ്ട്. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കളെയോ വിശ്വസിച്ച് വൻ തുക കടം നൽകുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്താൽ ആ പണം എന്നേക്കുമായി നഷ്ടപ്പെടും. പഴയ കുടിശ്ശികകൾ കയ്യിൽ വന്നു ചേരും. ഭൂമിയിലോ റിയൽ എസ്റ്റേറ്റിലോ നടത്തുന്ന ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് വൻ ലാഭം ലഭിക്കും. ഉള്ളിലെ വികാരങ്ങൾ തുറന്നു പറയാതെ മനസ്സിൽ വെക്കുന്ന ശീലം ദാമ്പത്യത്തിനും പ്രണയത്തിനും കടുത്ത അകൽച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ പിന്തുണ ലഭിക്കുകയും മുൻപുണ്ടായിരുന്ന തർക്കങ്ങൾ ശാശ്വതമായ പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്തു. അനാവശ്യ ചിന്തകളും പരീക്ഷാ പേടിയും കാരണം പഠിച്ച കാര്യങ്ങൾ മറന്നുപോകാൻ സാധ്യതയുണ്ട്. കഠിനാധ്വാനം ചെയ്താൽ ഏത് കഠിനമായ മത്സര പരീക്ഷകളിലും ഉന്നത വിജയം നേടി ആഗ്രഹിച്ച കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാം. സെപ്റ്റംബറിലെ തടസ്സങ്ങൾ മാറ്റി വിജയത്തിലെത്താൻ ശനിയാഴ്ചകളിൽ ശാസ്ത്രത്തിന് എള്ളുതീ കത്തിക്കുകയോ നീരാഞ്ജനം നടത്തുകയോ ചെയ്യുക.